2026 മാർച്ചിൽ +2 പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ +1 റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 2 നിങ്ങൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും, +2 ക്ലാസ്സുകൾ ആരംഭിക്കും. റിസൾട്ട് അതിനിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വരുമായിരിക്കും. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം അതല്ല. നിങ്ങളുടെ സീനിയേഴ്സിന് +2 റിസൾട്ട് വന്നു. 2025 78% വിജയ ശതമാനം. നിങ്ങളുടെ സീനിയേഴ്സ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ 77%. 2025 39,000-ഓളം ഫുൾ A+ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എക്സാമിന് ശേഷം 30,000-ഓളം ഫുൾ A+ ആയി. എന്ന് വെച്ചാൽ +2 കിട്ടുന്ന ഫുൾ A+കളുടെ എണ്ണം കുറഞ്ഞു, ഫുൾ മാർക്കുകളുടെ എണ്ണം കുറഞ്ഞു, വിജയ ശതമാനം കുറഞ്ഞു. എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ പബ്ലിക് എക്സാം എഴുതിയ കുട്ടികൾ പലരും പഠിച്ചത് എക്സാമിൻ്റെ തലേന്ന് മാത്രം. എക്സാമിന് 1-2 ദിവസം മുന്നേ മാത്രമാണ്. എക്സാമിന് 1-2 ദിവസം മുന്നേ പഠിച്ചുകൊണ്ട് മാത്രമോ, എക്സാമിൻ്റെ തലേന്ന് പഠിച്ചുകൊണ്ട് മാത്രമോ ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് +2 പാസ്സാവാൻ സാധിക്കില്ല. കാരണം 30% മാർക്ക് റിട്ടേൺ എക്സാമിൽ എഴുതിയെടുക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു 5 ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവണം. നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാവണം. ഒരിക്കലും ആർക്കും എഫേർട്ട് ഇടാതെ പണിയെടുക്കാതെ മികച്ച മാർക്ക് കിട്ടില്ല. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവുക, നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം വേണം, എനിക്ക് ഫുൾ A+ വേണം, അല്ലെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് വേണം, അല്ലെങ്കിൽ എനിക്കൊരു മികച്ച മാർക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് കിട്ടും. അതിനായിട്ട് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസം 3 മണിക്കൂർ വെച്ചെങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെ പഠിച്ച് മികച്ച മാർക്ക് നേടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ബെസ്റ്റ് വഴികാട്ടിയായിട്ട് നിങ്ങളെ കൂടെ ഒരു കമ്പാനിയനായിട്ട് എജ്യൂപോയിന്റ് സൂപ്പർ ബാച്ച് ഉണ്ട്. സൂപ്പർ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് സൂപ്പർ ബാച്ച് ഒന്ന് മെസ്സേജ് അയക്കുക. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ +1 റിസൾട്ടിൻ്റെ ഡേറ്റ് ഒഫീഷ്യലി വന്നിട്ടില്ല, വന്നാൽ ആ കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്തോ.